പ്രിയപ്പെട്ട മക്കളെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ മീഡിയൻ ഒരു പ്രത്യേക രീതിയാണ് കണ്ടത് അല്ലേ? മീൻ മീഡിയൻ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ, ഓർക്കുന്നുണ്ടല്ലോ? യെസ്. അവിടെ മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത് പ്രധാനമായിട്ടും, മെയിൻ ആയിട്ട്. ഹൗ ടു കാൽക്കുലേറ്റ് ദ മീഡിയൻ അല്ലെ? ഫ്രം സം ഡാറ്റാസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് വിവരങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അവിടെ രണ്ട് രീതികൾ നമ്മൾ വിശദീകരിച്ചു. നമുക്ക് വെറുതെ കുറെ റോ ഡാറ്റ തരികയാണെങ്കിൽ, വെറുതെ കുറെ വിവരങ്ങൾ നമുക്ക് കുറെ ആളുകളുടെ തരികയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ എണ്ണി നോക്കുമ്പോൾ എത്ര ആളുകളുണ്ട് എന്നുള്ളത്, എന്നിട്ട് ആ ആളുകളുടെ ഡാറ്റ മുഴുവൻ, വിവരങ്ങൾ മുഴുവൻ ഒന്നുകിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതും. എന്നിട്ട് കൃത്യമായി നടുവിൽ വരുന്ന ആൾ ആരാണ് അല്ലെങ്കിൽ അയാളുടെ ഡാറ്റ എത്രയാണ് നമ്മൾ അതെടുക്കും അല്ലെ? അതാണ് നമ്മൾ ചെയ്തിരുന്നത്. യെസ്. നടുവിൽ രണ്ടാൾ വരികയാണെങ്കിൽ രണ്ടാളുടെയും ഡാറ്റ എടുത്തിട്ട് കൂട്ടി അതിന്റെ പകുതിയാവും അല്ലെ? അതിന്റെ ആവറേജ് ആണ്. പക്ഷേ ആ ഒരു രീതി നമ്മൾ പിന്നീട് നമുക്ക് ക്ലാസ്സുകളായിട്ട് നമ്മുടെ ഫ്രീക്വൻസി ടേബിൾ തരികയാണെങ്കിൽ അതിൽ നിന്ന് ലേശം വിഭിന്നമാണ് എന്ന് നമ്മൾ സംസാരിച്ചു അല്ലെ? അവിടെ എന്തായിരുന്നു ചെയ്തിരുന്നത്? നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതും. കൂടി 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 ഇങ്ങനെ എഴുതും. ഇത്ര 10 താഴെ എത്ര ആളുണ്ട്, 15 താഴെ എത്ര പേരുണ്ട്, 16 താഴെ, അങ്ങനെ നമ്മൾ കൂട്ടി 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 എഴുതും അല്ലെ? എന്നിട്ട് നടുവിൽ വരുന്ന ആളെ എവിടെയാണ്, ഏത് ക്ലാസ്സിലാണ് നോക്കും, അവിടെ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ആ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യും. യെസ്. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു കഴിഞ്ഞതാണ്. ഇവിടെ വീണ്ടും ഒരു പുതിയൊരു പ്രോബ്ലവുമായിട്ട് മാഷ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുക. ഇവിടെയും എന്റെ ആവശ്യം മീഡിയനെ പറ്റി സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് തുടങ്ങാം അല്ലെ? മീഡിയനെ പറ്റി സംസാരിക്കുക അല്ലെ? ഇന്നൊരു പുതിയ പ്രോബ്ലമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്, ഒരു പുതിയ പ്രശ്നമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. എന്താണ് പ്രശ്നം? ആദ്യം പ്രശ്നം ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം അല്ലെ? എന്തായിരുന്നു പ്രശ്നം? കുറച്ച് ആളുകളുടെ ഡെയിലി വേജസ്, ആളുകളുടെ എണ്ണവും എനിക്കൊരു പട്ടികയായിട്ട്, ഒരു ഫ്രീക്വൻസി ടേബിൾ ആയിട്ട് എനിക്ക് നൽകിയിട്ടുണ്ട്. ഓക്കെ, സോ there is a frequency table connecting the daily wages and number of workers. എന്നിട്ട് അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ ഒരു പട്ടിക ഒന്ന് പരിചയപ്പെടാം. എന്താ പട്ടികയിൽ തന്നിരിക്കുന്നത്? 400 മുതൽ 500 വരെ കൂലി കിട്ടുന്ന എത്ര ആളുകളുണ്ട്? 5 ആളുകളുണ്ട്. 500 മുതൽ 600 വരെ എത്ര ആളുകളുണ്ട്? 6 ആളുകളുണ്ട്. 600 മുതൽ 700 വരെ കൂലി കിട്ടുന്ന എത്ര ആളുകളുണ്ട്? 7 ആളുകളുണ്ട്. 700 മുതൽ 800 വരെ കൂലി കിട്ടുന്ന എത്ര ആളുകളുണ്ട്? 10 ആളുകളുണ്ട്. അങ്ങനെ ഒരു പട്ടിക തന്നു. And the total is also given. The total number of workers is also given. How much it is? 43. 43 അല്ലെ? ഈ ഒരു പട്ടികയെ കുറച്ചുകൂടി വിശദമായിട്ട് നമുക്കിത് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു ഫ്രീക്വൻസി ടേബിൾ തന്നെയാണ്, ഒരു ആവൃത്തി പട്ടിക തന്നെയാണ് അല്ലെ? അതായത് ആളുകളെ ഒരു ഗ്രൂപ്പിലാക്കി വെച്ചിരിക്കുകയാണ്. 400നും 500നും ഇടയിൽ 5 ആളുകളുണ്ട്. അവിടെ ഒരു ക്ലാരിറ്റി കമ്മിയില്ലേ, ഒരു വ്യക്തത കമ്മിയില്ലേ? എന്താ വ്യക്തത കമ്മി? ഈ 5 ആളുകളുടെയും കൂലി എത്രയാണ്, വേജ് എത്രയാണ് എന്ന് ഡെഫിനിറ്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിരുന്ന പട്ടികയില് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 ആളുകളുടെ കൂലി ഇത്രയാണ്, 500 രൂപയാണ്. അടുത്ത 10 ആളുകളുടെ കൂലി ഇത്ര രൂപയാണ്, കൃത്യമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നടുവിൽ വരുന്ന ഒരാളുടെ കൂലി എത്രയാണ് എന്ന പട്ടികയിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ ഒരു പ്രയാസവും നമുക്ക് വന്നിരുന്നില്ല. 20ാമത്തെ ആളുടെ വേണ്ടെങ്കിൽ 20ാമത്തെ ആളുടെ നേർക്ക് നോക്ക്, നമ്മുടെ കൂലി എത്രയാണെന്നുള്ളത് ആ കൂലി എടുത്തെഴുതും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് 5 ആളുകളുടെ കൂലി 400നും 500നും ഇടയിലാണ് എന്ന് തന്നിട്ടുള്ളൂ. ഇടയിലാണെന്നേ തന്നിട്ടുള്ളൂ. ആ 5 ആളുകളുടെ കൂലി ചിലപ്പോൾ 400 രൂപ തന്നെ ആവാം, ചിലപ്പോൾ 401 രൂപയാവാം, 402 രൂപയാവാം, 410 രൂപയാവാം, 450 രൂപയാവാം, 499 വരേക്കുമാവാം, 499 രൂപ വരേക്കുമാവാം. കാരണം 500 എന്ന് പറയുന്നത് ഈ ക്ലാസ്സിലാണ് പെടുക എന്ന് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ടേബിൾ തന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ
അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ്സിലാണ്. ഇവിടുത്തെ ലോവർ ലിമിറ്റുമായി സെയിം ആവുന്നുണ്ടെങ്കിൽ ഈ 500 പെടുന്നത് ഇവിടെയാണ് എന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 5 ആളുകളുടെ കൂലി 400നും 500നും ഇടയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 5 ആളുകളുടെ കൂലി 400 മുതൽ 499 വരേക്കുള്ള, അല്ലെ 499 വരേക്കുള്ള, അല്ലെ എന്ത് രൂപയുമാവാം, ഏതുമാവാം, അല്ലെ അതിലേതാണ് എന്നൊരു വ്യക്തതയുമില്ല. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഫ്രീക്വൻസി ടേബിൾ നമ്മൾ ഉണ്ടാക്കാറുള്ളത്? നമ്പർ ഓഫ് ഡാറ്റയുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് വർക്കേഴ്സിന്റെ എണ്ണം ഒക്കെ വല്ലാതെ വലുതാകുമ്പോൾ അതിനെ ഇങ്ങനെ ഓരോരുത്തരുടെയും കൂലി വെച്ചിട്ട് ഒരു പട്ടികയാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പട്ടികയാവും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല, അല്ലെ? അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? അതിനൊന്ന് ഷോർട്ടൻ ചെയ്യും, ചെറുതാക്കും ആ പട്ടികയെ. ആ ചെറുതാക്കിയ രീതിയാണ് ഇവിടെ കണ്ടത്. അതായത് 400നും 500നും ഇടയിലുള്ളവരെ ഒരു ഗ്രൂപ്പാക്കി. അതിൽ 5 ആളുണ്ട്. 500നും 600നും ഇടയിൽ കൂലി കിട്ടുന്ന ആളുകളെ ഒരു ഗ്രൂപ്പാക്കി 6 ആളുണ്ട്. അപ്പൊ ഈ ഒരു ഫ്രീക്വൻസി ടേബിളിന്റെ പ്രോബ്ലം എന്താണ്, പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവിടെ ഓരോരുത്തരുടെയും കൂലി എത്രയാണ് എന്ന് നമുക്കൊരു വ്യക്തതയില്ല, ഫിക്സ്ഡ് അല്ല. ഈ സംഖ്യകൾക്കിടയിൽ എവിടെയും വരാം, ഈ ക്ലാസ് ഇന്റർവെലുകൾക്കിടയിൽ എവിടെയും വരാം, അത്രേ പറയാൻ പറ്റൂ, അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യാന്നറിയോ? അവിടെ ഓരോരുത്തരുടെയും കൂലി ഇത്രയാവുമെന്ന് നമ്മൾ അങ്ങോട്ട് സങ്കല്പിക്കും, നമ്മൾ അങ്ങോട്ട് വിചാരിക്കും. അത്രേ നടക്കൂ. ചിലപ്പോ ഈ 5 ആളുകളുടെയും കൂലി 450 നമുക്കവിടെ വിചാരിക്കാം. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു കൂലിയായിട്ട്, ഒരു ആവറേജ് ആയിട്ട് നമുക്കവിടെ വിചാരിക്കാം. 400നും 500നും ഇടയിലുള്ള ആളുകളുടെ, അല്ലെങ്കിൽ 400നും 500നും ഇടയിലുള്ള ഒരു സംഖ്യയായ 450 ഈ ആദ്യത്തെ 5 ആളുകളുടെ കൂലി എന്ന് നമുക്കവിടെ വിചാരിക്കാം. അത്രേ പറ്റൂ. ഉറപ്പൊന്നുമില്ല കേട്ടോ. എന്തു ആവാം. അതുപോലെ തന്നെ 6 ആളുകളുടെ കൂലി എന്ന് പറയുന്നത് 500നും 600നും ഇടയിലുള്ളത് എന്തു ആവാം, ഒരു സംഖ്യ ആവാം. അതായത് ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം 500നും 600നും ഇടയിലുള്ള 550 രൂപയാണെന്ന് വിചാരിക്കാം. അതിനേക്കാൾ കൂടുതലാവാം, കുറവാവാം, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തന്നിരിക്കുന്ന ഫ്രീക്വൻസി പട്ടികയിൽ നിന്ന് നമുക്ക് ഒരു വ്യക്തത കമ്മി വരുന്നുണ്ട്, അല്ലെ? അതിങ്ങനെയുള്ള ഫ്രീക്വൻസി പട്ടികയുടെ ഒരു പ്രത്യേകതയാണ് എന്ന് മനസ്സിൽ വെക്കുക. പക്ഷെ അതുകൊണ്ട് നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ, അല്ലെ? അപ്പൊ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ മെത്തേഡിന് കാര്യമായ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എത്ര ആളുകളുടെ ഡാറ്റയാണോ എടുക്കുന്നത്, വിവരങ്ങളാണോ എടുക്കുന്നത്, ആ ആളുകളുടെ എണ്ണത്തിന്റെ നടുവിൽ വരുന്ന ആൾ ആരാണോ അയാളുടെ വിവരം, അയാളുടെ ഡാറ്റ, അത് തന്നെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. മാറ്റമൊന്നുമില്ല. ഇപ്പൊ ഇവിടെ 43 ആളുകളാണുള്ളത്. 43 ആളുണ്ടെങ്കിൽ ആ 43 ആളുകളെ നമ്മളിങ്ങനെ നിരത്തി നിർത്തിയാൽ, ഒന്നുകിൽ ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലെ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്താൽ 43 വർക്കേഴ്സിനെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്താൽ നടുവിൽ ആരാണോ വരുന്നത് അയാളുടെ വേജ് തന്നെയാണ് യഥാർത്ഥത്തിൽ മീഡിയൻ എന്ന് പറയുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. അപ്പൊ 43 ആളുകളെ നമുക്ക് ഇങ്ങനെ നിർത്തേണ്ടതുണ്ട് എന്നർത്ഥം. 43 ആളുകളെ അവരുടെ കൂലിക്കനുസരിച്ച് ഇങ്ങനെ നിർത്തേണ്ടതുണ്ട്. അപ്പൊ ഒരു പ്രശ്നം കേട്ടോ, അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നിർത്തുമ്പോ. കാരണം ഓരോരുത്തരുടെയും കൂലി എത്രയാന്ന് നമുക്കൊന്നും അറിയില്ല, അല്ലെ? നമുക്ക് ഇതിന്റെ ഇടയിലാണെന്ന് മാത്രമേ അറിയുള്ളൂ, കൂലി എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ പിന്നെ ഇവരെ ഒന്ന് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഒരു ലേശം പണിയുണ്ട്. അതാണ് ഈ പ്രോബ്ലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇത് നമ്മൾ മനസ്സിൽ വെക്കുക, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി നമുക്ക് ബാക്കിയുള്ള വർക്കിലേക്ക് കടക്കാം. അപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് 43 ആളാണ് ആകെ ഉള്ളത്, ടോട്ടൽ വർക്കേഴ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ ആദ്യത്തെ ചോദ്യം നോക്കുക, വിച്ച് വർക്കർ ഈസ് ഹാവിംഗ് ദ മീഡിയൻ വേജ്? ഏതാൾക്കാണ് മീഡിയൻ വേജ് ഉണ്ടാവുക? ശരാശരി കൂലി കിട്ടുന്ന ആളെ എത്രാമത്തെ ആളായിരിക്കും? അതാണ് ചോദ്യത്തിന്റെ അർത്ഥം. മനസ്സിലായോ? മധ്യമ വില അല്ലെങ്കിൽ കൂലി ലഭിക്കുന്ന ആള് എത്രാമത്തെ ആയിരിക്കും? സോ വിച്ച് വർക്കർ ഈസ് ഹാവിംഗ് ദ മീഡിയൻ വേജ്? അതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. അതിപ്പോ നമുക്ക് പറയാം, 43 ആളുകളെ നമ്മൾ ഇങ്ങനെ നിരത്തി നിർത്തി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ നടുവിൽ എത്രാമത്തെ ആളായിരിക്കും വരിക? ആരെന്നുള്ളതല്ല, എത്രാമത്തെ ആളായിരിക്കും വരിക, അതാണ് നമുക്ക് ആവശ്യം. എത്രാമത്തെ? ഓക്കെ. അപ്പൊ ഈ 43 ആളുകളെ നമ്മൾ നിരത്തി നിർത്തി കഴിഞ്ഞാൽ ഇപ്പുറത്തൊന്നൊരു 21 പോയി, ഇപ്പുറത്തൊന്നൊരു 21 പോയി, മൊത്തം 42 പോയി. നടുവിൽ ഒരാൾ വരും, അല്ലെ? അപ്പൊ 21 ഇവിടുന്ന് പോയി,
21 ഇവിടുന്ന് പോയി. എത്രാമത്തെ ആളാണ് നടുവിൽ വരിക? 22ാമത്തെ ആളാണ് വരിക. സോ 22ാമത്തെ ആളുടെ കൂലി എന്താണോ അതാണ് നമ്മുടെ മീഡിയൻ വേജ് എന്ന് പറയുന്നത്. സോ ഒന്നാമത്തെ പാർട്ടിന്റെ എ പാർട്ടിന്റെ ആൻസർ ആണ് ഞാൻ പറയാൻ പോകുന്നത്. Which worker is having the median wage? 22nd worker. അല്ലെ? എന്തുകൊണ്ട്? അത് നമ്മൾ ഇതുവരെ പറഞ്ഞത് തന്നെയാണ്. 43 ആളുണ്ടെങ്കിൽ അതിന്റെ നടുവിലുള്ള ആളെന്ന് പറയുന്നത് 22ാമത്തെ ആളാണ്. സംശയിക്കൊന്നും വേണ്ട. അതന്നെ കാര്യം. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ആൻസർ ആയി കഴിഞ്ഞു. വിച്ച് വർക്കർ ഈസ് ഹാവിംഗ് ദ മീഡിയൻ വേജ് എന്നുള്ളതിന്റെ ആൻസർ ആയി കഴിഞ്ഞു. എത്രാമത്തെ ആളുടെ കൂലിയാണ് മധ്യമമായി വരിക എന്നുള്ളതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത ചോദ്യത്തിലേക്ക്, വാട്ട് ഈസ് എ സപ്പോസ്ഡ് വേജ് ഓഫ് ദ 19th വർക്കർ? അടുത്തൊരു ചോദ്യം കിടക്കുന്നു. 19ാമത്തെ ആളുടെ കൂലി എന്താവും? ആ ചോദ്യത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ആദ്യത്തെ 5 ആളുടെ കൂലി 400നും 500നും ഇടയിലാണ്. സംശയമില്ല. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളോട്. 500-നേക്കാൾ കുറവ് കൂലി കിട്ടുന്ന എത്ര ആളുകൾ ഉണ്ട്? 500-നേക്കാൾ കുറവ് കൂലി കിട്ടുന്ന എത്ര ആളുകൾ ഉണ്ട്? ലെസ് ദാൻ 500. എത്ര ആളുണ്ട്? 5 ആളുണ്ട്. സംശയമില്ല, 5 ആളുണ്ട്. അടുത്ത ചോദ്യം ചോദിക്കുകയാണ് ഞാൻ, 600-നേക്കാൾ കുറവ് കൂലി കിട്ടുന്ന എത്ര ആളുണ്ട്? ശ്രദ്ധിച്ച് ഉത്തരം പറയാവുള്ളൂ. 600-നേക്കാൾ കുറവ് കൂലി കിട്ടുന്ന വേജ് കിട്ടുന്ന ഹൗ മെനി വർക്കേഴ്സ് ആർ ദർ? നിങ്ങൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞേക്കുക. 6 തെറ്റാ. എന്തുകൊണ്ട്? ഈ 6 ആളും 600-നേക്കാൾ കുറവാണ്. പുറമെ നേരത്തെ കണ്ട ഈ 5 ആളും 600-നേക്കാൾ കുറവ് തന്നെയാണ്. അപ്പോ മൊത്തം 5ഉം 6ഉം 11 ആളുടെ കൂലി എന്ന് പറയുന്നത്, വേജ് എന്ന് പറയുന്നത് 600-നേക്കാൾ കുറവാണ്. റെഡി? അങ്ങനെയാണെങ്കിൽ 700-നേക്കാൾ കുറവ് കൂലി കിട്ടുന്ന എത്ര ആളുണ്ട്? ശ്രദ്ധിച്ചിട്ട് ആൻസർ പറയാവുള്ളൂ. 700-നേക്കാൾ കുറവ് കൂലി കിട്ടുന്ന ലെസ് ദാൻ 700 rupees വേജസ് വരുന്ന എത്ര ആളുകളുണ്ട്? ചാടി കയറി 7 എന്ന് പറയരുത്. ഈ 7 ആളും ഈ 6 ആളും ഈ 5 ആളും അതിൽ പെട്ടത് തന്നെയാണ്. അപ്പോ 7 മാറും അല്ലെ? അതേപോലെ 5 മൊത്തം 18 ആള്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട അതേ സാധനം തന്നെയാണ്. 5, അത് കഴിഞ്ഞ് 5 6 കൂടി കൂട്ടി 11, 11 7 കൂടി കൂട്ടി 18. ഇങ്ങനെ എഴുതുന്ന ഫ്രീക്വൻസിക്ക് നമ്മൾ എന്താ പേര് പറഞ്ഞത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 800-നേക്കാൾ കുറവ് കൂലി കിട്ടുന്ന എത്ര ആളുണ്ട്? ഇനി നിങ്ങൾ പറയും, സാറേ 18 10 കൂടി കൂട്ടി 28 ആളുകളുണ്ട്. 28 persons are there. 28 workers are there who are getting the below age 800 rupees. അല്ലേ? below wage 800 rupees. ഓക്കെ, അടുത്തത് 900-നേക്കാൾ കുറവ് കൂലി കിട്ടുന്ന എത്ര ആളുണ്ട്? 36 ആണ്. കാരണം 28 8 36. ഇനി അടുത്തത് 1000-നേക്കാൾ കുറവ് കൂലി കിട്ടുന്ന വേജ് കിട്ടുന്ന എത്ര ആളുണ്ട്? 36 7 43. ലാസ്റ്റ് വരുമ്പോ നമ്മുടെ ടോട്ടൽ ആവും കേട്ടോ. ഈ ലാസ്റ്റ് 43 എന്ന് പറയുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെ? ലാസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു പട്ടിക കിട്ടിക്കഴിഞ്ഞാൽ എത്രാമത്തെ ആളുടെ വേജ് ആണ് മീഡിയൻ ആയിട്ട് വരിക എന്നുള്ളതും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ള അടുത്ത പണി ഇങ്ങനെ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പട്ടിക തയ്യാറാക്കുക എന്നുള്ളതാണ്. തന്ന പട്ടികയുടെ വലത് ഭാഗത്ത് ഇങ്ങനെ എഴുതിയാൽ മതി, അത്രേ വേണ്ടൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ മതി. ഈ അപ്പർ ലിമിറ്റിന്റെ താഴത്തേക്കാണ് നമ്മൾ എടുക്കുന്നത്. 500-നേക്കാൾ കുറവ് 5 ആള്, 600-നേക്കാൾ കുറവ് 2 കൂടി കൂട്ടി ക്യുമുലേറ്റീവ് 11, 700-നേക്കാൾ കുറവ് 3 കൂടി കൂട്ടി 18, 800-നേക്കാൾ കുറവ് 4 കൂടി ക്യുമുലേറ്റീവ് 28 അല്ലെ? അതിനുശേഷം അടുത്തത് ലാസ്റ്റ് വരുമ്പോ എന്തായിരിക്കും? നമ്മുടെ ടോട്ടൽ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ തയ്യാറാക്കുന്നതിനെ നമ്മൾ എന്താ പേര് വിളിച്ചത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ എന്ന് വിളിച്ചു. സോ അത് നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം, അത് തയ്യാറാക്കി വെക്കണം.
അത് തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഉത്തരങ്ങളിലേക്ക് കടക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ചോദ്യത്തിലേക്ക് കടക്കാണ്. വാട്ട് ഈസ് ദ സപ്പോസ്ഡ് വേജ് ഓഫ് 19th വർക്കർ? 19ാമത്തെ ആളുടെ കൂലി എന്തായിരിക്കും? ഞാനൊന്ന് നോക്കുക. 5 ആളുകൾക്ക് 500-നേക്കാൾ കുറവാണ്. 11 ആള്, ആദ്യത്തെ 11 ആളെ എടുക്കുമ്പോഴേക്ക് 600-നേക്കാൾ കുറവാണ്. ആദ്യത്തെ 18 ആളെ എടുക്കുമ്പോഴേക്ക് 700-നേക്കാൾ കുറവാണ്. ആദ്യത്തെ 18 ആളെ എടുക്കുമ്പോഴേക്ക് 700-നേക്കാൾ കുറവാണ് കൂലി കിട്ടുന്നത്, അല്ലെ? ബിലോ 700 rupees ഈസ് their wages, അല്ലെ? ആരുടെ? the first 18 വർക്കേഴ്സിന്റെ, ആദ്യത്തെ 18 വർക്കേഴ്സിന്റെ. സോ 19ാമത്തെ വർക്കറുടെ കൂലി, 19ാമത്തെ ആളുടെ ജോലിക്കാരന്റെ കൂലി എന്ന് പറയുന്നത് എങ്ങനെയായാലും 700-നേക്കാൾ കൂടുതൽ. 700-ഓ 700-നേക്കാൾ കൂടുതലോ? 700 ഇവിടെ പെടുന്നത്. അപ്പൊ അതുകൊണ്ട് 700-ഓ 700-നേക്കാൾ കൂടുതലോ ആണെന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? 700 ആവാം, ചിലപ്പോൾ 700-നേക്കാൾ കൂടുതലാവാം, അല്ലെ? എന്തുവരേക്ക് വരാം? ഈ 800-ന്റെ അടുത്ത് വരേക്ക് വരാം, 799 വരേക്കും വരാം. ആ 19ാമത്തെ ആളുടെ കൂലി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഉറപ്പുമില്ല കേട്ടോ. നമുക്ക് ഒരു ഉറപ്പുമില്ല അത് എത്രയാണെന്നുള്ളത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇനി നമ്മളൊരു സങ്കല്പത്തിലേക്ക് കടക്കാൻ പോവാണ്. 19ാമത്തെ ആളുടെ, അതായത് 19ാമത്തെ ആള് മുതൽ 28ാമത്തെ ആള് വരെയുള്ള കൂലി ഇതിന്റെ ഇടയിലാണ്. ശ്രദ്ധിച്ചാൽ മതി. 18 കഴിഞ്ഞ് 28ലേക്ക് 19 മുതൽക്ക് 28 വരേക്ക് ആളുകളുടെ നിരത്തി നിർത്തുമ്പോൾ 19ാമത്തെ ആള് മുതൽക്ക് 28ാമത്തെ ആള് വരേക്കുള്ള കൂലി ഇതിന്റെ ഇടയിലാണ്. 700-ന്റെയും 800-ന്റെയും ഇടയിലാണ്. 700 and 800-ന്റെ ഇടയിലാണ്, അല്ലെ? അത് 700 ആവാം, 701 ആവാം, 702 ആവാം, 703 ആവാം, എന്തും ആവാം. അപ്പൊ ഇനി എന്റെ ജോലി ഈ ആളുകൾക്ക് എത്രയാണ് കൂലി എന്ന് എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഇവർക്ക് ഒരു എന്താ പറയുന്ന, ഞാൻ തുല്യമായിട്ട് ഇവർക്ക് കൂലി ഒന്നാണ് വിഭജിച്ചു കൊടുക്കാൻ പോവുകയാണ്. ആർക്കൊരു പക്ഷാഭേദം വേണ്ട, ആർക്കൊരു പക്ഷാഭേദം വേണ്ട, അല്ലെ? ആദ്യത്തെ 19ാമത്തെ ആൾക്ക് കൊണ്ടിട്ട് 799 കൊടുത്തു എന്നൊന്നും ഞാൻ പറയണില്ല. എന്തായാലും അതിന്റെ ഇടയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അതായത് 19ാമത്തെ ആൾ മുതൽ 28ാമത്തെ ആൾ വരേക്കുള്ള കൂലി എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിൽ കുറഞ്ഞ കൂലി കിട്ടുന്നവരുണ്ടാവാം, കൂടുതൽ കൂലി കിട്ടുന്നവരുണ്ടാവാം. ഞാൻ അവരെ ഒന്ന് കൃത്യമായി അറേഞ്ച് ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു സങ്കല്പത്തിൽ ഞാൻ എടുത്തു പറയട്ടെ, എൻ്റെ ഒരു സങ്കല്പത്തിൽ ഞാൻ അവരെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോ 700-ന്റെയും 800-ന്റെയും ഇടയിലുള്ള കൂലി എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം, 700-ന്റെയും 800-ന്റെയും ഇടയിലുള്ള വ്യത്യാസം, ഡിഫറൻസ് 100 രൂപയാണ്. എനിക്കാണെങ്കിലും ഇവിടെ 10 ആളുകളെയാണ് ഉള്ളത്. അതായത് 18ാമത്തെ കഴിഞ്ഞ് 28ാമത്തെ വരേക്ക് എന്ന് പറയുമ്പോൾ 10 ആളുകളാണ് ഉള്ളത്. 19ാമത്തെ, 20ാമത്തെ, 21, 22, 23, 24, 25, 26, 27, 28 കണ്ടോ, 10 ആളുകളാണുള്ളത്. ഈ 10 ആളുകളെ എനിക്ക് ഈ 700-ന്റെയും 800-ന്റെയും ഇടയിൽ ഇങ്ങനെ നിർത്തണം. ഞാനൊരു കാര്യം ചെയ്യാൻ പോകണം, അവര് തുല്യ അകലത്തിൽ നിർത്താൻ പോകണം. തുല്യ അകലത്തിൽ നിർത്തുമ്പോൾ അവർക്ക് തുല്യമായിട്ടുള്ള കൂലി ഞാൻ വിഭജിച്ചു കൊടുക്കാൻ പോവാണ്. വേജ് ഞാൻ അവർക്ക് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്. 700-ന്റെയും 800-ന്റെയും ഇടയിൽ എൻ്റെ കൈവശമുള്ളത് 100 രൂപയാണ്. ആ 100 രൂപയെ എൻ്റെ ആളുകളുടെ എണ്ണത്തിന് 10 ആളുകൾക്ക് ഞാൻ തുല്യമായിട്ട് എന്താണ് വിഭജിച്ചു കൊടുക്കാൻ പോവാണ്. 19ാമത്തെ ആൾക്ക് ഞാൻ ഒരു സംഖ്യ നിശ്ചയിക്കുന്നു. അവിടെ നിന്ന് തുല്യ അകലത്തിൽ ഞാൻ 20ാമത്തെ ആൾക്ക് കൊടുക്കുന്നു, 21, 22, 23 അങ്ങനെ കൊടുക്കുന്നു. കുഴപ്പമുണ്ടാവില്ലല്ലോ, ആരും കംപ്ലൈന്റ് പറയില്ലല്ലോ. ഞാൻ ചെയ്യാൻ പോകുന്നത് അതാ. കാരണം എനിക്ക് ഉറപ്പൊന്നുമില്ലേ ഓരോരുത്തർക്ക് എന്താണെന്നല്ലേ. ഞാൻ അങ്ങോട്ട് വിചാരിക്കുകയാണ് 19ാമത്തെ ആൾ ഇവിടെയാണ്, 20ാമത്തെ ആളായി നിന്ന് തുല്യ അകലത്തിൽ അപ്പുറത്താണ്, 21ാമത്തെ ആളായി നിന്ന് തുല്യ അകലത്തിൽ അപ്പുറത്താണ് എന്ന് ഞാൻ അങ്ങോട്ട് വിചാരിക്കുന്നു. ഓക്കെ, അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് 700-ന്റെയും 800-ന്റെയും ഇടയിലുള്ള കൂലി 100 രൂപയാണ്. ആ 100 രൂപയെ എത്ര ആളുകൾക്ക് വേണ്ടി വിഭജിക്കണം? 10 ആളുകൾക്ക്. ഓരോരുത്തർക്കും എത്ര രൂപ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും? 10 രൂപ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ 700-ന്റെയും 800-ന്റെയും ഇടയിലുള്ള 100 രൂപയെ 10 തുല്യ ഭാഗങ്ങളായിട്ട് ഞാൻ ഭാഗിക്കാൻ പോവുകയാണ്. എങ്ങനെ 10 തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കാൻ നിങ്ങൾ നോക്കിക്കോട്ടോ. 700 സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെ? 700,
അത് കഴിഞ്ഞാൽ പിന്നെ 710, പിന്നെ 720, 730, 740, 750, അത് കഴിഞ്ഞാൽ 760, 770 അല്ലെ, അങ്ങനെ വേണം. അത് കുറച്ചും കൂടി ഞാൻ ഇവിടെ വായിച്ചിട്ട് ഇപ്പഴത്തേക്ക് ഇല്ല, കുറച്ചും കൂടി നീളത്തിൽ എഴുതണ്ട. അപ്പൊ 760, 770, 780, 790, 800 കണ്ടോ, 800. അപ്പൊ ഞാൻ ആ 100 രൂപയെ തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിച്ചു. 100 സ്റ്റെപ്പ് ഉണ്ട്. ആ 100 സ്റ്റെപ്പുകളെ ഞാൻ തുല്യ സ്റ്റെപ്പുകളായിട്ട് വിഭജിച്ചു. എന്തിനാണെന്നറിയോ? ഈ 10 ആളുകളെ എനിക്ക് കൊണ്ടുപോയിട്ട് നിർത്തണം. ഈ 10 ആളുകളുടെ എന്താ, നിന്റെ കൂലി ഇത്രയാണ് കേട്ടോ, അടുത്ത ആളുടെ കൂലി ഇത്രയാണ് കേട്ടോ, അടുത്ത ആളുടെ കൂലി ഇത്രയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ തുല്യ അംഗത്തിൽ എനിക്ക് നിർത്തണം. അങ്ങനെ നിർത്തിയാൽ മാത്രമാണ് എനിക്ക് എത്രാമത്തെ ആളുടെ കിട്ടുള്ളൂ, 22ാമത്തെ ആളുടെ കൂലി എത്രയാണെന്ന് എനിക്ക് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാ. അപ്പൊ ഞാൻ ഈ 10 ആളുകളെ ഇതിന്റെ ഇടയിൽ തുല്യമായിട്ട് നിർത്താൻ പോവാണ്. ഞാൻ 19ാമത്തെ ആളെ ഇവിടെ നിർത്തി എന്ന് വിചാരിക്കാം. 19ാമത്തെ, 20ാമത്തെ, 21ാമത്തെ, 22ാമത്തെ, 23ാമത്തെ, 24ാമത്തെ, 25, 26, 27, 28 കണ്ടോ അപ്പുറേക്ക് വന്നു. 28 ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു കേട്ടോ. 29ാമത്തെ ആളെ അവിടെ ഞാൻ നിർത്തേണ്ടി വരും. പക്ഷെ 29ാമത്തെ ആളെന്ന് പറയുന്നത് ഈ 800 രൂപയാണോ ഉറപ്പിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഓരോരുത്തരും ഇതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് നിർത്തിയാൽ പോരാന്നർത്ഥം. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്, ഇവിടെ കൊണ്ടുപോയിട്ട് നിർത്താൻ പോവാണ് ഞാൻ 19ാമത്തെ ആളെ, 19th. ഇവിടെ കൊണ്ടുപോയിട്ട് നിർത്താൻ പോവാണ് ഞാൻ 20ാമത്തെ ആളെ, 20th. ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് നിർത്താൻ പോവാണ് 21st. ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് നിർത്താൻ പോവാണ് 22nd. ഇതിന്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് നിർത്താൻ പോവാണ് 23rd. ഇനി ഇതിന്റെ ഇടയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് നിർത്താൻ പോവാണ് 24th. ഇവിടെ 25th, then 26th, then 27th, then 28th. അപ്പൊ പ്രശ്നമില്ല, നോക്കി നോക്കാം. അപ്പൊ എനിക്ക് 10 ആളുകളെ കണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8 അല്ലെ, 9, 10 ആളുകളെ ഒരേ ഒരു കൈ അകലത്തിൽ നിന്ന് വേണമെങ്കിൽ പറയാം, ഈക്വൽ ഡിസ്റ്റൻസില് 10 രൂപ വ്യത്യാസത്തിൽ ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. അതെന്റെ ഒരു സൗകര്യത്തിനാണ്. ഒരിക്കലും ഉറപ്പൊന്നുമല്ല കേട്ടോ അവരങ്ങനെ തുല്യ അകലത്തിലാണ് എന്നുള്ളതും അവരുടെ കൂലി ഇന്നതാണെന്നും 19ാമത്തെ ആളുടെ കൂലി ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് എന്ന് എനിക്ക് യാതൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. ഞാൻ വെറുതെ എന്റെ സൗകര്യത്തിന് ഞാൻ അത് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചോദ്യം, വാട്ട് ഈസ് ദ സപ്പോസ്ഡ് വേജ് ഓഫ് 19th വർക്കർ? 19ാമത്തെ ആളുടെ ഏകദേശ കൂലി എന്തായിരിക്കും? നമ്മളുടെ സങ്കല്പത്തിലുള്ള കൂലി എന്തായിരിക്കും? സങ്കല്പത്തിലുള്ള കൂലിയാണ്, ഒറിജിനൽ അല്ല. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് പറഞ്ഞൂടെ 19ാമത്തെ ആളുടെ കൂലി എന്ന് പറയുന്നത് എത്രയാ? 700ന്റെയും 710ന്റെയും ഇടയിലാണ്. 700ന്റെയും 710ന്റെയും ഇടയിൽ എന്ന് പറഞ്ഞാൽ 700ന്റെയും 710ന്റെയും ആവറേജ് ആണ്. 700ന്റെയും 710ന്റെയും ഇടയിലെ മിഡിൽ എത്രയാ വരിക? 705. സോ രണ്ടാമത്തെ പാർട്ടിന്റെ ബി പാർട്ടിന്റെ ഉത്തരവുമായി കഴിഞ്ഞു. വാട്ട് ഈസ് ദ സപ്പോസ്ഡ് വേജ് ഓഫ് 19th വർക്കർ? 19th വർക്കറിന്റെ വേജ് എന്ന് പറയുന്നത് എത്രയാണ്? 700ന്റെയും 710ന്റെയും ഇടയിലുള്ളതാണ്, 705 രൂപ. ഓക്കെ, ഞാൻ വിചാരിച്ചതാണ് കേട്ടോ 705 രൂപ എന്നുള്ളത്. റെഡിയാണല്ലോ ഈ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, എന്നാൽ ഞാൻ ലാസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാണ്. ഫൈൻഡ് ദ മീഡിയൻ വേജ് എന്നാണ്, സി പാർട്ടിലേക്ക് കിടക്കാണ്. ഇനി എനിക്ക് പണിയൊന്നുമില്ല. എന്റെ മീഡിയൻ വേജ് എന്ന് പറയുന്നത് എത്രാമത്തെ ആളുടെ കൂലിയാണ്? 22ാമത്തെ ആളുടെ കൂലിയാണ്. ഞാൻ 22ാമത്തെ ആളെ എവിടെ നിൽക്കണം നോക്കിയാ പോരെ? യെസ്, എന്റെ 22ാമത്തെ ആളെ എവിടെ നിൽക്കുന്നത്? 730ന്റെയും 740ന്റെയും ഇടയിലാണ്. 730ന്റെയും 740ന്റെയും ഇടയിലുള്ളത് എന്ന് പറയുമ്പോൾ എത്ര വരിക? 735 രൂപ. സോ എന്റെ മീഡിയൻ വേജ് എന്ന് പറയുന്നത് എത്രയാണ്? 735 രൂപയാണ്. 22 അല്ല കേട്ടോ, മീഡിയൻ വേജ് 22 അല്ല, 22ാമത്തെ ആളുടെ വേജ്, 22ാമത്തെ ആളുടെ കൂലി. and that is how much? 735 rupees. ഫിനിഷ് കാര്യങ്ങൾ അല്ലേ? ഇതിനെ ഞാൻ ഇനി ഒന്നാമത്തെ ചാപ്റ്റർ അരിതമെറ്റിക് സീക്വൻസുമായിട്ട് വെറുതെ ഒന്ന് കണക്ട് ചെയ്യാൻ പോകും.
വെറുതെ ഒന്ന് കണക്ട് ചെയ്യാൻ പോവാ, ഒരു തമാശക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പോവാ. ഞാൻ ഈ എഴുതിയിരിക്കുന്നതിൽ 19ാമത്തെ ആളുടെ കൂലിയാണ് എത്ര? 705 എന്ന് പറയുന്നത്. 19ാമത്തെ ആളിൽ നിന്ന് എനിക്ക് 22ാമത്തെ ആളിലേക്ക് എത്തണം. 19ാമത്തെ ആളുടെ 705, 19ാമത്തെ ആളുടെ 705 അല്ലെ? എനിക്ക് അവിടെ നിന്ന് എവിടേക്ക് എത്തണം? 22ാമത്തെ ആളിലേക്ക് എത്തണം. ഇതൊന്ന് നോക്കിക്കേ, ഓരോരുത്തരുടെയും കൂലി ഞാൻ അറേഞ്ച് ചെയ്തത് പ്രകാരം ഒരു അരിതമെറ്റിക് സീക്വൻസിലല്ലേ? കാരണം ഇത് 705, ഇത് 715, ഇത് 725, ഇത് 735, എല്ലാം 10 കൂട്ടിയിട്ടല്ലേ? എല്ലാം 10 കൂട്ടിയിട്ടല്ലേ? യെസ്. എന്തായിരുന്നു ഈ 10 എന്ന് പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ദാ ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പിന് 700 800 ഗ്യാപ്പ് 100. ആ 100നെ ഇവിടുത്തെ നമ്പർ ഓഫ് വർക്കേഴ്സ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ എനിക്ക് കിട്ടിയതായിരുന്നു 10 എന്ന് പറയുന്ന ഗ്യാപ്പ്, എന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അഥവാ ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ദാ ഈ ഡിഫറൻസിനെ അല്ലെ, അതായത് ഈ ക്ലാസ്സുകളുടെ ഡിഫറൻസിനെ അവിടെ വരുന്ന ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ കിട്ടിയതാണ് എന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇതിന്റെ ആദ്യത്തെ 19ാമത്തെ ആളുടെ എന്ന് പറയുന്നത് എത്ര? ശ്രദ്ധിച്ചോട്ടോ, ഇവിടുത്തെ ലോവർ ലിമിറ്റ് 700 കൂടെ എന്റെ കോമൺ ഡിഫറൻസ് 10ന്റെ പകുതി 5 കൂട്ടിയാൽ കിട്ടുന്നതാണ് 705. നോക്കിക്കോ, ഈ 700 കൂടെ എന്റെ കോമൺ ഡിഫറൻസ് ആയ 10ന്റെ പകുതി 5 കൂട്ടിയപ്പോ കിട്ടിയത് 705. യെസ്, അത് 19ാമത്തെ ടേമാണ്. എനിക്ക് അവിടെ നിന്ന് 22ാമത്തെ ടേമിലേക്ക് എത്തണം. 19ാമത്തെ ടേമിൽ നിന്ന് 22ാമത്തെ ടേമിലേക്ക് എത്ര കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി അരിത്തമെറ്റിക് സീക്വൻസില് അല്ലെ? 19ാമത്തെ 20ലേക്ക് 21ലേക്ക് 22ലേക്ക് 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ മതി. സോ 3 ഇൻറ്റു എത്രയാണ് കോമൺ ഡിഫറൻസ്? 10 രൂപ അല്ലെ? 10 രൂപയാണ് എന്റെ കോമൺ ഡിഫറൻസ്. സോ എന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 735. കണ്ടോ? അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മീഡിയനെ വിശദീകരിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കണക്കുകൾ വരുമ്പോ, ഫ്രീക്വൻസി ടേബിൾ വരുമ്പോ. ക്ലിയർ അല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇവിടെ നിങ്ങളൊരു സംശയം ചോദിക്കാം, സാർ ഇത് 44 ആയാലോ? സാറിപ്പോ 43, അതുകൊണ്ട് കൃത്യമായി 22ാമത്തെ ആളുടെ കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചോല്ലോ, ഭയങ്കര കേമായിട്ട് പറഞ്ഞോല്ലോ. ഇത് സാറ് 44 ആയിരുന്നു ടോട്ടൽ വെച്ചാൽ. അപ്പൊ എന്താ ചെയ്യുക സാറ്? 44 എന്ന് പറഞ്ഞാൽ മിഡിൽ ഒരാളുണ്ടോ? ഇല്ല. അതാണ് പ്രശ്നം. 44 എന്ന് പറയുമ്പോൾ മിഡിൽ ഒരാളില്ല, അതാ പ്രശ്നം. ഇവിടുന്ന് 22 പോയി, ഇവിടുന്ന് 22 പോയി, മിഡിൽ ആളില്ല എന്നർത്ഥം അല്ലേ? മിഡിൽ ആളില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോ 22ാമത്തെയും 23ാമത്തെ ആളെയും എടുക്കേണ്ടി വരും നമ്മള്. 22ാമത്തെ ആളും 23ാമത്തെ ആളും എടുക്കേണ്ടി വരും. 22ാമത്തെ ആളുടെ കൂലി എടുക്കേണ്ടി വരും, 23ാമത്തെ ആളുടെ കൂലി എടുക്കേണ്ടി വരും. 22ാമത്തെ ആളുടെ കൂലി 735, 23ാമത്തെ ആളുടെ കൂലി 745 വരും. അതിന്റെ മിഡിൽ വാല്യൂ എടുക്കേണ്ടി വരും നമ്മള്, അവിടുത്തെ മീഡിയൻ ആയിട്ട്. അതായത് 22ാമത്തേന്റെയും 23ാമത്തേന്റെയും മിഡിൽ വാല്യൂ എടുക്കേണ്ടി വരും. എപ്പോ? നമ്പർ ഓഫ് വർക്കേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് 44 ആയി ഈവൻ നമ്പർ ആയിട്ട് മാറുമ്പോ ഇത് ഓഡ് നമ്പറാ. സോ ഇറ്റ് ഈസ് സിമ്പിൾ. ഇഫ് ഇറ്റ് ഈസ് ഈവൻ നമ്പർ, രണ്ടാളുകളുടെ കൂലി അല്ലെങ്കിൽ ഡാറ്റ എടുത്തിട്ട് അതിന്റെ ആവറേജ് ഇതിന്റെ മുന്നേ നമ്മൾ വിശദീകരിച്ച അതേപോലെ. അപ്പൊ ഇവിടെ ഒരു ഉത്തരം എന്താ വരും? ഇപ്പൊ 44 ആളാണുള്ളത് എങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഉത്തരം 22ന്റെയും 23ന്റെയും മിഡിൽ അതെടുക്കട്ടോ. 22ന്റെയും 23ന്റെയും ഇടയിൽ 740. 740 എടുത്ത് എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒന്ന് വരച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈസിയാ സംഭവം. അതായത് എവിടെയാണ് വരയ്ക്കേണ്ടത്? ഈ ക്ലാസ് കണ്ടെത്തലാണ് ഇവിടുത്തെ കാര്യം. ഏത് ക്ലാസ്സിലാണ് നമ്മുടെ മീഡിയന്റെ ആള് കിടക്കുന്നത് എന്ന് കണ്ടെത്തലാണ് ഇവിടുത്തെ പ്രാധാന്യം. ഈ ക്ലാസ്സിലാണ് നമ്മുടെ മീഡിയന്റെ ആള്, അതായത് 22ാമത്തെ ആള് കിടക്കുന്നത് എന്നർത്ഥം. 19ാമത്തെ ആള് മുതൽക്ക് 28ാമത്തെ ആള് വരേക്ക് ഇതിന്റെ ഇടയിലാണ് കിടക്കുന്നത്. അപ്പൊ ഉറപ്പാണ് 22ാമത്തെ ആള് കിടക്കുന്നത് ഇവിടെയാണെന്ന് അർത്ഥം. അതിനാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. മീഡിയൻ ക്ലാസ്. ആ മീഡിയൻ ക്ലാസ് കണ്ടെത്തലാണ് ആദ്യത്തെ. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ആ മീഡിയൻ ക്ലാസ്സിൽ വരുന്ന നമ്പർ ഓഫ് ഫ്രീക്വൻസികളെ ഒരേ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് അടുത്ത പണി.
അങ്ങനെ ഒരേ ഓർഡറിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഒരേ ഗ്യാപ്പിൽ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആ വന്നിരിക്കുന്നതിന്റെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസിനെ ഇവിടുത്തെ നമ്പർ ഓഫ് വർക്കേഴ്സ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. ഇവിടെ സംശയം വരാം. ഇപ്പൊ ഇവിടെ 10 എന്ന് വന്നു. ഇവിടുത്തെ 100നെ നിങ്ങൾക്ക് 10 കൊണ്ട് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി 10. അതുകൊണ്ട് ഇങ്ങനെ 10 10 10 ഗ്യാപ്പിൽ എഴുതാൻ പറ്റി. ഇത് 20 ആയിരുന്നെങ്കിലോ? ഇവിടുത്തെ ഈ 10 എന്നുള്ളതിന് പകരം അവിടെ 20 ആയിരുന്നെങ്കിലോ? 20 ആയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടുത്തെ 100നെ 20 കൊണ്ട് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് എത്ര കിട്ടുക? 5 ആണ് കിട്ടുക. അപ്പൊ 5ന്റെ ഗ്യാപ്പിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടി വരിക. 5ന്റെ ഗ്യാപ്പിലാണ് അറേഞ്ച് ചെയ്യേണ്ടി വരിക. അങ്ങനെ ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ഇത് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭം വരാം. അങ്ങനെയും വരാം. കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സന്ദർഭം വരാം. പക്ഷെ അങ്ങനത്തെ ചോദ്യങ്ങൾ ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല. അപ്പോൾ അവിടെ ഫ്രാക്ഷൻ ഒക്കെ വരുമെന്ന് മാത്രം. ഫ്രാക്ഷൻ ഒക്കെ വരും, അത്രേ ഉള്ളൂ. അതൊന്നും ഒരു വിഷയമല്ല. ചിലപ്പോൾ നിങ്ങളുടെ ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് 0.5 ആയിട്ട് വരാം. അങ്ങനെയും വരാം. 0.5 ആയിട്ട് വരാം. അങ്ങനെയുള്ള കണക്കുകളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ വെച്ചാൽ കാണും അങ്ങനെയുള്ള ചോദ്യങ്ങൾ. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണും. അപ്പൊ അത്തരത്തില് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. 43 വരെ 44 ആയാലും എന്ത് സംഭവിക്കും? ക്ലിയർ അല്ലേ? യെസ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ക്ലാസ്സിൽ നമ്പർ ഓഫ് വർക്കേഴ്സ് അഥവാ നമ്പർ ഓഫ് ഫ്രീക്വൻസി കൊണ്ട് ഇതിനെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ, അത് അത്ര പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കണ്ട. കാരണം അത് പരീക്ഷയ്ക്ക് വരാറില്ല. പറ്റുന്ന സന്ദർഭങ്ങൾ മാത്രമേ വരാറുള്ളൂ. അത് തന്നെ ചിലപ്പോൾ ഡെസിമൽ നമ്പർ ഒക്കെ ആയിട്ട് വരാം. അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. പോയിന്റ് ഒക്കെ വരാം, 0.5 ഒക്കെ ആയിട്ട് വരാം. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് ചിലപ്പോൾ ഇവിടെ 100 വരാം. ഇപ്പൊ ഇവിടുത്തെ ഗ്യാപ്പ് 100 ആണ്. ഇവിടെ ചിലപ്പോൾ 100 വർക്കേഴ്സ് വരാം. നമ്പർ ഓഫ് വർക്കേഴ്സ് ഫ്രീക്വൻസി 100 ആയിട്ട് വരാം. 100നെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് 1 ആണ് കിട്ടുക. അപ്പൊ 1 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. അപ്പൊ ഓരോന്ന് വിട്ടിട്ട് എഴുതേണ്ടി വരും. അപ്പൊ അതിന്റെ ഇടയിലുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.5 വരും. ഇപ്പൊ 700, 701, 702, 703 അങ്ങനെയാണെങ്കിൽ 700ന്റെയും 701ന്റെയും ഇടയിലുള്ള വാല്യൂ എത്രയിട്ടാ വരിക? 700.5 700.5 വരും. ഓക്കെ, അതിനൊന്നും കുഴപ്പമില്ല. അതൊന്നും പ്രോബ്ലം അല്ല. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ പരീക്ഷാ പേപ്പറുകളിൽ നിങ്ങൾക്ക് കാണാം. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്താണ് മീഡിയൻ? എങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു ഫ്രീക്വൻസി ടേബിൾ, ക്ലാസ്സുകളായിട്ടുള്ള ഫ്രീക്വൻസി ടേബിൾ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ വിശദമായിട്ടുള്ള രീതിയാണ് ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല, അതാണ് എന്റെ വിശ്വാസം. ഇനി കൂടുതൽ പ്രോബ്ലംസ് എടുത്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഭാഷയുടെ ഒറ്റ പ്രോബ്ലം മാത്രമേ വിശദീകരിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് തന്നെ അതിന്റെ പല പല വെറൈറ്റികൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ എടുത്തിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മീഡിയൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആക്കിയിട്ട് മാറ്റുക സിമ്പിളായ കാര്യമാണ്. അവിടെ തന്നെ നമ്മൾ അരിതമെറ്റിക് സീക്വൻസിന്റെ ആ ഒരു പ്രോപ്പർട്ടി കൂടി നമ്മളൊന്ന് ആലോചിച്ച് വെക്കുക. അരിതമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്തത് ഇവിടെ എന്നുള്ളത് കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് വെക്കുക. അത്രയും റെഡി അല്ലേ? സോ പറഞ്ഞതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് നിർത്തട്ടെ. അപ്പം വീണ്ടും കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.